ഹായ്, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് രാവിലെ ദോശ സമ്മതി അതിൻ്റെ തിരക്കിലാണ്. നിറയെ തുളയുള്ള ദോശ, അങ്ങനത്തെ ദോശ എനിക്കിഷ്ടമാട്ടോ. ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. കുഞ്ഞു കുഞ്ഞു തുളകൾ വരും. ചെറിയ തീ വെച്ച് റെഡിയാക്കണം. അപ്പോൾ ഇവിടെ ഇതേണ്ട സമ്മന്തി, ഞാനത് വെളിച്ചെണ്ണ അത് ഉപയോഗിക്കാറില്ല. ഇതേണ്ട നെയ്യാട്ടോ. നെയ്യ് ഇട്ടക്കുറവായിട്ട് കൂട്ടുകാരെ. ഇത് കൊളസ്ട്രോളൊക്കെ ഒഴിവാക്കാൻ നല്ല നെയ്യ്. കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. കടുക് നന്നായി പൊട്ടുന്നു. നമുക്ക് 2 ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം. കടല വെച്ചുണ്ടാക്കിയ സമ്മന്തിയാണ് കേട്ടോ കൂട്ടുകാരെ, കടല സമ്മന്തി. അപ്പോൾ നമുക്ക് തേങ്ങ കുറച്ച് മതി. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയോ കൂട്ടുകാരെ? കഴിച്ചോ? ദോശ മറിച്ചിടാനായി. ഞാൻ ദോശയ്ക്ക് നെയ്യൊക്കെ വെക്കുന്നത്. വെളിച്ചെണ്ണ ആദ്യം ഉപയോഗിക്കാറില്ല. ഇതന്നെ കടല വെച്ച് സമ്മന്തി അരിക്കണം. നല്ല കൊഴുപ്പ് കിട്ടും കൂട്ടുകാർ. നല്ല ടേസ്റ്റാണ് ഇതിന്. തമിഴ്നാട്ടിലെ നമ്മൾ ചെന്നാൽ അവർ ദോശയ്ക്കും ഈ ചട്നി അവർ കാണും. അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കടല സമ്മന്തി. ഒത്തിരി നീട്ടില്ല, ചെറിയ കൊഴുപ്പ് വേണം. ഇത് മറ്റേ നമ്മൾ സാധാ തേങ്ങ സമ്മന്തി അരച്ച് ഒത്തിരി ചൂടാക്കുന്നില്ല. ഒത്തിരി ചൂടാണ്ട്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. കടല ചേർക്കുന്നുണ്ട്. അതിൽ ഉപ്പുനീര് ഒഴിച്ച് കൊടുക്കാം. ഞാൻ എല്ലാത്തിനും കല്ലുപ്പ കൂട്ടുകാരെ വാങ്ങിക്കുന്നത്. ഞാൻ പൊടി ഉപയോഗിക്കാറില്ല. ചില പൊടി വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കല്ലുകൾ കാണും, ചെറിയ കല്ല്. അത് ഞാൻ കല്ലുപ്പ് നല്ല ശുദ്ധമായി നല്ല വെളുത്ത് പളുങ്ക് പോലത്തെ കല്ലുപ്പ് കിട്ടും. ഞാൻ അത് വാങ്ങിച്ച് വെക്കും. അത് വാങ്ങിച്ച് ഞാൻ ഉപയോഗിക്കും. കലക്കി വെക്കത്തെ ഉപ്പൊരു പോലത്തെ ബോട്ടിൽ, ചില്ല് ബോട്ടിലിനകത്ത് കലക്കി വെക്കും. അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതെടുത്തിട്ട് അടുത്ത് വെക്കാം. ഇന്ന് വെളിച്ചക്കുറവുണ്ട് കൂട്ടുകാരെ. ഇത് ഇന്ന് രാവിലെ മഴയുടെ മൂടലൊക്കെ ആയതുകൊണ്ട് പ്രകാശം കുറവാണ്. പിന്നെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് സുഖമായിട്ടിരിക്കും കേട്ടോ. താങ്ക് യു. ഞാൻ അടുപ്പിലാണ് ഇങ്ങനെ തീ കത്തിക്കുന്നത്. ഗ്യാസിൽ അത് ഉപയോഗിക്കാറില്ല. വിറകുള്ളതുകൊണ്ട് ഈ കറികൾ മാത്രമേ ഗ്യാസ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ സമ്മന്തി റെഡി. ഇങ്ങനെ ഇരിക്കണം കട്ടിയായിട്ട്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.